ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി എന്താ ചെയ്തതെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം. സോ നിഫ്റ്റി ഇന്ന് ഒരു ഓൾ ടൈം ഹൈക്ക് നിയർ ബൈ എത്തിയിട്ടുണ്ട്. അതായത് 26,270 എന്നുള്ള റേഞ്ചിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ പോസിറ്റീവ് ന്യൂസ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റീസെൻറ്റ് ഹൈ എന്ന് പറയുന്ന ഏരിയ, അതായത് എത്രയാണ് 26,104 എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഹൈ റേഞ്ചിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ആ ഏരിയ സക്സസ്ഫുള്ളി ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് അതിന് മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. സോ മാർക്കറ്റിൽ ഇനി രണ്ട് ഭാഗങ്ങളിൽ മാർക്കറ്റിൽ റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ഈ 26,000 എന്ന് പറയുന്ന ഈ സോണിലേക്കാണ്. സോ ഒരു ഡീപ്പ് കറക്ഷൻ വരുവാണെങ്കിൽ 26,000 ഒരു റീടെസ്റ്റ് സോണായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഒരു റീസെൻറ്റ് ഹൈ വന്ന ഏരിയ 26,100 എന്ന് പറയുന്നതും ഈ ഒരു നല്ലൊരു റീടെസ്റ്റ് സോണായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. സോ അത് ആ ഒരു കറക്ഷൻസ് ഒന്നും നമ്മൾ പാനിക്കായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് വളരെ മൈന്യൂട്ട് ലെവലും കൂടെ എടുത്താൽ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈക്ക് സമീപമാകും. സോ ഓൾ ടൈം ഹൈക്ക് സമീപം എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യണം. നമുക്കറിയാം ഓൾ ടൈം ഹൈക്ക് സമീപം ഒരുപാട് ട്രാപ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് തന്നെ നമ്മൾ ഇന്നുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുക. ഓൾ ടൈം ഹൈക്ക് സമീപം മാനിപ്പുലേഷൻസ് ഉണ്ടാവാം. ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റീസ് എല്ലാം ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മേ ബി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ സംഭവിക്കും. മേ ബി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ഗ്രാജുവലി ഒരുപാട് ലിക്വിഡിറ്റി ട്രാപ്പ് നടത്തിയാണ് മാർക്കറ്റ് അപ്സൈഡ് എത്തിക്കുന്നത്. ഗ്രാജുവലി അപ്സൈഡ് എത്തിയിട്ടുണ്ട്. സോ ഇനിയുള്ള മൂവ്മെൻറ്റ്സും അപ്രതീക്ഷിതമായ മൂവ്മെൻറ്റ്സും നമുക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ പ്രൈസ് ആക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ വിസിബിൾ ആണ്. കണ്ടില്ലേ, പുതിയൊരു ഹൈ തരുവാണ്. ഓരോ ദിവസം പുതിയ ഹൈ തന്നു പോവുകയാണ് നിഫ്റ്റി ബാങ്ക് ഇന്നും നല്ലൊരു ഹൈ തന്ന ശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇന്ന് ഈ ഒരു ഡെപ്തിലേക്ക് എത്തിയിട്ടില്ല. കറക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ അത്രയും നല്ല സ്ട്രെങ്ത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നുണ്ട്. സോ നിങ്ങൾ നോക്കി, ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം ഈ ഒരു സപ്ലൈ, ഈ ഒരു റേഞ്ചിലുള്ള സപ്ലൈ മാർക്കറ്റ് 15 മിനിറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു റേഞ്ചിലെ സപ്ലൈ മാർക്കറ്റ് നല്ലൊരു ക്ലോസിങ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സോണിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരു ഡെപ്തിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ മാർക്കറ്റാണ് ഡെപ്തിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിക്കൂടാന്നില്ല. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാം. 59,130 എന്നുള്ള ഈ സോണിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. സോ അത്രയും ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് നിഫ്റ്റി ബാങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, റിലയൻസ്, ടെക് മഹീന്ദ്ര ആൻഡ് ഇത്രയാണ് പ്രധാനപ്പെട്ട 5 സ്റ്റോക്സ്. അപ്പോൾ റിലയൻസ് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ വീഡിയോസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വാച്ച് ലിസ്റ്റ് വീഡിയോയിൽ റിലയൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. ഓക്കെ, അപ്പോൾ ടോപ്പ് ലൂസേഴ്സിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, HCL ടെക്, ടൈറ്റൻ, HUL ആൻഡ് അപ്പോളോ ഹോസ്പിറ്റലാണുള്ളത്. സോ നമുക്ക് റിലയൻസിൻ്റെ ചാർട്ട് ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. കാര്യം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ്. സോ റിലയൻസിൻ്റെ ചാർട്ട് പരിശോധിക്കാം. ഇപ്പോൾ ഡേ ചാർട്ട് ഞാൻ എടുക്കുകയാണ്. സോ ഡേ ചാർട്ടിൽ നമ്മുടെ ഒരു വ്യൂ വ്യക്തമാണ്. 2 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് സപ്ലൈ അടിച്ച് ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രേഡ് പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി. നമ്മളൊരു 7% മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചത് ടോട്ടലി. ആൻഡ് മാർക്കറ്റ് ഓൾറെഡി ഒരു 2% മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ പെൻഡിങ് ആയിട്ടുള്ള ഒരു 4% മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ ടോട്ടലി റിലയൻസിൻ്റെ ചാർട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. സോ ഈ ഇത്രയും സ്റ്റോക്സാണ് നമ്മൾ ഓൾറെഡി ഫോക്കസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് നമുക്ക് എനിക്കിന്ന് പ്രോഫിറ്റിലായ 2 സ്റ്റോക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതർ എനർജി എന്ന് പറഞ്ഞ കമ്പനി. അപ്പം ഏതറിൽ നമ്മളൊരു ചാർട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു 660 റേഞ്ചിലാണ് ട്രേഡ് എടുത്തത്. ആൻഡ് ഇന്ന് ഒരു 700 ടച്ച് ചെയ്തു, ഒരു സെക്കൻഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഏതറിൽ ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്, ട്രേഡ് പോസിബിലിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റിൽ ഏതർ ലുക്സ് ഗുഡ്. സോ അപ്പം അപ്സൈഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റോക്കും പിന്നെ ഉള്ളത് ഫേസ് 3 എന്ന് പറഞ്ഞ കമ്പനിയാണ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. സോ ഫേസ് 3 അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 750 റേഞ്ചിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ആഴ്ചകളിൽ വാച്ച് ചെയ്ത് തന്നെ തീരുമാനിക്കാം. ഓക്കെ, ശേഷം ഓൾറെഡി ഉള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റഡ്സ് അക്സസറീസ് ആണ്. സ്റ്റഡ്സ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നറിയാനാണ്. ഈ ഒരു 530 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറിച്ച് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്സൈഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. സ്റ്റഡ്സിൻ്റെത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അത് നോക്കിയേ, ഈ ഒരു ഏരിയ 550 എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് സ്റ്റഡ്സ് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് വാച്ച് ചെയ്ത് തീരുമാനമെടുക്കാം. ഓക്കെ, സോ
ബാക്കി നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ബാക്കി സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.